നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് സംസാരിക്കാം. കാർബോഹൈഡ്രേറ്റ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. കാർബണും ഓക്സിജനും ഹൈഡ്രജനും ചേരുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. നമ്മുടെ ശരീരത്തിന് ഫാറ്റ്, പ്രോട്ടീൻ മറ്റ് വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ പോലെ തന്നെ ഒരു കോമ്പൗണ്ടാണ് കാർബോഹൈഡ്രേറ്റും. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിന് കുറച്ച് പ്രത്യേക പ്രവർത്തികൾ ചെയ്യാനാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യം വരുന്നത്. ആ ആവശ്യത്തിന് ശേഷം ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ട് നമ്മുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വരെയൊക്കെ ഗ്ലൈക്കോജനായിട്ട് ഇത് നമ്മുടെ ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ലിമിറ്റ് കൂടുതൽ ശരീരത്തിനത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇപ്പം ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് കൂടുതലും പ്ലാന്റ് സോഴ്സസ് നിന്നാണ്. അതായത് സെറൈൽസ്, പൾസസ്, അതായത് നമ്മുടെ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ, മധുരം, ജാഗരി, നമ്മുടെ ടേബിൾ ഷുഗർ, ഇതിൽ നിന്നും ഈ ജാഗരി, ടേബിൾ ഷുഗർ, ഈ പഞ്ചസാരയിലൊക്കെ 99.4% കാർബോഹൈഡ്രേറ്റ് ആണുള്ളത്. പക്ഷേ ഈ പരിപ്പ് പയറുവർഗ്ഗങ്ങളിൽ ഇതിൻ്റെ പരിപ്പ് പയറുവർഗ്ഗങ്ങൾക്ക് മെയിൻ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് അതിലുണ്ടെങ്കിലും കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് പ്രോട്ടീനാണ് കൂടുതലും ഇതിലുള്ളത്. അതേപോലെ തന്നെ കപ്പ, കിഴങ്ങ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവയിലൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം കുക്ക്ഡായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ നമ്മുടെ വായിൽ വെച്ച് തന്നെ അമൈലേസ് എന്നൊരു ഘടകം കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷന് ഇത് ചെറിയ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് മാറ്റാൻ സഹായിക്കും. പക്ഷേ ഇത് വയറിലെത്തുമ്പോൾ വയറിൽ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയ എൻസൈംസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ബാക്കി കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം നടക്കുന്നത് നമ്മുടെ ചെറുകുടലിലാണ്. ചെറുകുടലിൽ പാൻക്രിയാറ്റിക് അമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാത്ത കാർബോഹൈഡ്രേറ്റും കുക്ക്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഒരുപോലെ ദഹനം നടക്കും. അവിടെ നിന്നും കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് ആയിട്ട് ബോഡിയിലെ പല സെൽസിലോട്ടും പോവുകയാണ് ചെയ്യുക. ബോഡി അതിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ എനർജി ആയിട്ട് അത് യൂസ് ചെയ്യും. കൂടുതലായിട്ട് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഗ്ലൈക്കോജനായിട്ട് ലിവറിലും മസിലിലും സ്റ്റോർ ചെയ്യും. ആവശ്യാനുസരണം അത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ബോഡിക്ക് ആവശ്യം വരുന്ന സമയത്ത്. പക്ഷേ കാർബോഹൈഡ്രേറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞ പോലെ എനർജി ഗിവിങ്, നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ എനർജി കൊടുക്കുക എന്നതാണ്. വേറെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ, നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്ലൂക്കോസ് എടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പ്രോട്ടീൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും സഹായിക്കും. പക്ഷെ ഓവറായിട്ട് ഫാറ്റൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ അതിനൊരു ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ വിറക് കത്തിച്ചാൽ ചാരം ഉണ്ടാവും എന്നുള്ളതുപോലെ തന്നെ ഫാറ്റ് ബേൺ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും. അത് കൂടുതലാവുന്നത് ശരീരത്തിന് കേടാണ്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഭക്ഷണത്തിലൂടെ നമ്മൾ കൊടുക്കുക തന്നെ വേണം. ശരീരത്തിൻ്റെ ആവശ്യമായ എനർജറ്റിക് പ്രോസസ്സുകൾക്ക് ഇത് ആവശ്യമാണ്. പിന്നെ ഒരു അഡൽട്ട് ബോഡിക്ക് നമുക്ക് എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് വേണം, നമ്മുടെ ഡയറ്റിൽ നമ്മൾ ദിവസം എത്ര കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മുടെ ഒരു ബാലൻസ് ഡയറ്റിൻ്റെ പ്ലേറ്റിങ്ങിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അത് ഓരോരുത്തരുടെ എനർജി നീഡ്സിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് വരും വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായും ഭക്ഷണത്തിൽ നിന്ന് തള്ളിക്കളയാതെ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വരും വീഡിയോയിൽ നമുക്ക് പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയുള്ള മറ്റു ഘടകങ്ങളെക്കുറിച്ചും നമ്മുടെ ഭക്ഷണത്തിൽ എന്തോരം ഇത് ഉൾപ്പെടുത്തണം, പ്രോപ്പറായിട്ടൊരു ഹെൽത്ത് നോക്കുന്ന നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം, എന്തോരം ക്വാണ്ടിറ്റിയിലും പ്രൊപ്പോർഷൻസിലും ഇതൊക്കെ വേണം എന്നതിനെക്കുറിച്ച് നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം.